ഇത് പുട്ടൻ ഹേൽസേ, തുർക്കി കോഴിയുടെ നല്ല മതിയായ കഴുത്ത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇതുപോലെ നല്ല റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ 1 കിലോ പുട്ടൻ ഹേൽസിന് ഇവിടെ മേടിച്ചിട്ട് വന്നേക്കണത്. ഇത് നമ്മൾ 2 പാർട്ടായിട്ട് ഇന്ന് കുക്ക് ചെയ്യാൻ പോണത്. ഫസ്റ്റ് പാർട്ട് ജർമ്മൻ സ്റ്റൈലും സെക്കൻഡ് പാർട്ട് കേരള സ്റ്റൈലും. ജർമ്മൻ സ്റ്റൈലിൽ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ ഒരു 5 to 8 വിസിൽ നന്നായിട്ട് അടുപ്പിക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വിശദീകരിക്കണ്ടല്ലോ, കേരള സ്റ്റൈല് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നു. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ എല്ലാ മസാലകളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിനുശേഷം പുട്ടൻ്റെ ചാറ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വേവിച്ചെടുത്തത്. അത് അടച്ച് വെച്ച് പിന്നീട് വേവിക്കണം. ശേഷം ഗ്രേവി നല്ല തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ പുട്ടൻ്റെ കഴുത്തെല്ലാം ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടൻ്റെ കഴുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇതിൻ്റെ മേളിൽ കൂടി കോരി ഒഴിച്ച് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചൊക്കെ ഇടണം. ഇനി കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം പിന്നെയും അങ്ങോട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് ആയി പുട്ടൻ്റെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ടോപ്പപ്പ് ചെയ്തെടുക്കുകയാണ്. ശേഷം നമുക്കിത് പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ടർക്കി കോഴിയുടെ ഇറച്ചി ഇതിനു മുമ്പ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഇതിൻ്റെ നെക്കൊന്ന് മേടിച്ചിട്ട് കറി വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.